الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والأولياء وآلهم وصحبهم وأحبابهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا. صدق الله العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا أني على أحدي. പ്രിയമുള്ള സഹോദരിമാരെ, നേർച്ച എന്ന വിഷയത്തെക്കുറിച്ച് ഒന്ന് രണ്ട് ഹദീസുകൾ, അതിൻ്റെ മഹത്വം വിവരിക്കുന്ന ആയത്തുകൾ നമ്മുടെ ദുആ മജ്‌ലിസിൽ ചർച്ച ചെയ്ത് നമുക്ക് ഈ മാസവും ഒരു ദുആ നടത്തി പിരിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ട ദാക്കിരീങ്ങളായ ദിക്ർ ചൊല്ലുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മുറാദും അല്ലാഹു ദുനിയവിയും ഉഖ്റവിയുമായ എല്ലാം അല്ലാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മഹദിയെക്കുറിച്ച് നമ്മൾ റമദാനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പലരും അതിനെ സാക്ഷിയാണ്. ആ ചരിത്രത്തിലെ വലിയ ഭാഗങ്ങൾ പലതും വിട്ടുപോകേണ്ടി വന്നിട്ടുമുണ്ട്. നേർച്ച എന്ന വിഷയം പറയുമ്പോൾ മഹദിയുടെ ഒരു ചരിത്രമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ ഒരു നേർച്ചയാക്കി, നോമ്പാണ് നേർച്ചയാക്കിയത് നമുക്കറിയാം. തന്റെ കുഞ്ഞിന് രോഗം ബാധിച്ചപ്പോൾ അവിടുന്ന് നേർച്ചയാക്കുകയായിരുന്നു. 3 ദിവസം നോമ്പ് നോൽക്കാൻ അവിടുന്നും അതുപോലെ അവിടുത്തെ ഭർത്താവായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവും നോമ്പ് നേർച്ചയാക്കി. കൂടെ തന്റെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരും നോമ്പ് നോക്കാൻ നേർച്ച ചെയ്തു. അങ്ങനെ നോമ്പ് നോറ്റു. 1-ാമത്തെ ദിവസം നോമ്പ് തുറക്കാനായപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അതുപോലെ മക്കൾ, ഭർത്താവ് ഒക്കെ നോമ്പ് നോറ്റിട്ടുണ്ട്. വീട്ടിൽ നോമ്പ് തുറക്കാനുള്ളതായ സാധനങ്ങളില്ല, ഭക്ഷണത്തിനുള്ള വകയില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും കിട്ടുമോ എന്നറിഞ്ഞ് പുറത്തുപോയി. തുച്ഛമായ വരുമാനത്തിന്റെ ജോലിയിലേർപ്പെടാറുള്ള അലി റളിയല്ലാഹു അൻഹുവിന് അന്ന് തന്റെ വീട്ടുകാർക്ക് കഷ്ടിച്ചു മതിയാകുന്ന അത്രയും റൊട്ടി വാങ്ങാനുള്ള ഒരു കാശ് കിട്ടുകയും ആ റൊട്ടിയുമായി തിരിച്ചു വന്നപ്പോൾ അതാ വീട്ടിൽ താൻ എത്തിയിട്ട് അത് നോമ്പ് തുറക്കാൻ വേണ്ടി ആ നോമ്പിന്റെ ആ അവസാന നിമിഷം നോമ്പ് തുറക്കാൻ വേണ്ടി സമയമാകാൻ കാത്തിരിക്കുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവരിങ്ങനെ മഗ്‌രിബാകുന്നത് പ്രതീക്ഷിക്കുമ്പോൾ അതാ പുറത്ത് ഒരു മിസ്കീൻ വന്നുകൊണ്ട് വിളിക്കുകയാണ്. ആ മിസ്കീനിന് നോമ്പ് തുറക്കാൻ വെച്ച ഭക്ഷണം കൊടുക്കേണ്ടി വന്നു. നാം ചരിത്രം കേട്ടിട്ടുണ്ട്. 2-ാമത്തെ ദിവസവും പട്ടിണിയോടെ നോമ്പ് നോക്കി. നോമ്പ് തുറക്കാൻ കുറച്ച് കാരക്കയും വെള്ളവും മാത്രം കുടിച്ചിട്ട് വീണ്ടും നോമ്പ് നോക്കുകയാണ്.
രണ്ടാമത്തെ ദിവസവും നോമ്പ് തുറക്കാനാകുമ്പോൾ അതേപോലെ റൊട്ടിയും കൊണ്ടുവന്ന് കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആ പ്രവാചകരുടെ പ്രിയപ്പെട്ട മകളുടെ വീട്ടിലേക്ക് ഒരു പാവപ്പെട്ട യതീമാണ് വന്നത്. നേരത്തെ വന്നത് ഒരു സാധുവായ അഗതിയായ ജീവിക്കാൻ ഗതിയില്ലാത്ത ഒരാളാണ് എങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു ഉപ്പയില്ലാത്ത യതീമാണ്. കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആലോചിക്കേണ്ടതില്ല, എടുത്തങ്ങ് കൊടുത്തു. തന്റെ വീട്ടുകാർക്ക് മതിയാകുന്ന ഒരാൾക്കുള്ള ഭക്ഷണം 4 പേരും കഴിക്കാൻ വിചാരിച്ചത്. അങ്ങനെ അന്നത്തെ ദിവസവും ഭക്ഷണമില്ലാതെ നോമ്പ് തുറക്കുകയാണ് വെള്ളം കൊണ്ട്. മൂന്നാമത്തെ ദിവസം അതാ നോമ്പ് തുറക്കാനാകുമ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹായുടെ നേർച്ച തീരാൻ പോവുകയാണ്. മൂന്നാമത്തെ നോമ്പും നേർച്ചയാക്കിയത് വീട്ടാൻ വേണ്ടി അതാ ഭക്ഷണവും മുന്നിൽ വെച്ചുകൊണ്ട് കാത്തു നിൽക്കുമ്പോൾ പുറത്തു നിന്നൊരാളുടെ വിളി. ചെന്ന് നോക്കുമ്പോൾ അതാ ജയിലിൽ അകപ്പെട്ടിട്ട് ഇപ്പോൾ രക്ഷപ്പെട്ടു വന്നതാണ്. മാസങ്ങളായി ഭക്ഷണം നുകർന്നു നോക്കിയിട്ട് വായിലേക്ക് ഒരൽപ്പം ഭക്ഷണം ചവച്ചിറക്കിയിട്ട് ആ പാവപ്പെട്ടവന്റെ മുഖം കണ്ടപ്പോ എടുത്തങ്ങ് കൊടുത്തു. ഇത് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്. എങ്ങനെയാണ് അറിയുന്നത്? ആരും പറഞ്ഞു കൊടുത്തിട്ടല്ല, അള്ളാഹുവിന്റെ വക്കൽ നിന്ന് വഹ്യ് ഇറങ്ങുകയാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഇൻസാൻ എന്നും ദഹ്ർ എന്നും 2 പേരുള്ള സൂറത്തുണ്ടല്ലോ, ഇൻസാൻ സൂറത്ത്. ആ സൂറത്തിൽ ആ സംഭവം വിവരിക്കുന്നുണ്ട്. ഇന്നൽ അബ്റാർ, നല്ല നല്ല ആളുകൾ ലോകത്തുണ്ട്. അവരുടെ സ്വഭാവം എന്താണ്? അവര് നേർച്ചയാക്കുന്നവരാണ്. അവരേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നേർച്ചയാക്കുന്നവരാണ്. ഈ ആയത്തിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത് ഈ ക്ലാസ്സിന് വന്ന അല്ലെങ്കിൽ നാമുമായി ബന്ധമുള്ള എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ്. നേർച്ചയാക്കുന്നത് നല്ല ഒരു കർമ്മമാണ്. അല്ലാഹു പുകഴ്ത്തുകയാണ്. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കഫുറാ. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കർപ്പൂരം മിക്സ് ചെയ്തിട്ടുള്ള കോപ്പയിൽ വെള്ളം കുടിക്കുന്ന മുഅ്മിനീങ്ങൾ ആരാണെന്നറിയുമോ? ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി യുഫജ്ജിറൂനഹാ തഫ്ജീറാ. വറ്റാതെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിന്റെ വെള്ളം കുടിക്കാൻ അർഹതപ്പെട്ട അബ്റാറുകൾ അഥവാ നൽജനങ്ങൾ അവരാരാണ് നബിയേ? തങ്ങൾക്ക് അറിയാമോ? അല്ലാഹു ചോദിക്കുന്നു. യൂഫൂന ബിന്നദിരി, അവർ ഏതെങ്കിലും ഒരു കാര്യത്തിന് നേർച്ച വെക്കും. ആ നേർച്ചയങ്ങ് അവർ വീട്ടും. എന്നിട്ടോ വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ, ചെയ്യാതിരിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് നേർച്ചയാക്കുന്നത്. അങ്ങനെ നേർച്ചയാക്കിയത് വീട്ടിക്കൊണ്ട് ആ നേർച്ചക്കടം ശരിയായ സമയത്ത് തന്നെ അതിന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് അവർ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകുന്ന ദിവസത്തെ ഭയക്കുന്നവരാണ്. കാന ശർറുഹു മുസ്തതീറാ, ആ ദിവസത്തിന്റെ ശർറ് അത് വലിയ വിശാലമായതാണ്, പരന്നതാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിഷമം പിടിച്ച ദിവസമാണ്. നേർച്ച ചെയ്യുകയും അത് വീട്ടുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, അവർ കഴിക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണത്തെ നൽകുന്നു. അലാ ഹുബ്ബിഹി, അവർക്കതിൽ ഇഷ്ടം ഉണ്ടായിട്ടു തന്നെ അവർ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിച്ച സമയത്തു തന്നെ അവർ ഭക്ഷിപ്പിക്കുന്നു. മിസ്കീന, പാവപ്പെട്ടവർക്ക്. വയതീമൻ, അതേ അനാഥനായ കുട്ടിക്ക്. വഅസീറാ, ബന്ദിൽ അകപ്പെട്ട മനുഷ്യനും അവർ തീറ്റിക്കുകയാണ്. എന്നിട്ട് അവർ പറയും ഇന്നമാനുക്കും നിങ്ങൾക്ക് നാം ഭക്ഷണം തന്നിട്ടുള്ളത് അല്ലാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാണ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറാ, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം ഇങ്ങോട്ട് കാണിച്ചിട്ടല്ല. നിങ്ങൾ ദുആ ചെയ്യണം, നന്ദി ചെയ്യണമെന്ന് പറഞ്ഞിട്ടല്ല.
അള്ളാഹുവിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്വതക്ക നിനക്ക് നൽകുന്നത്. ഇന്നാ നഖാഫു മിർ റബ്ബിനാ, ഞങ്ങളുടെ റബ്ബിൽ നിന്ന് ഞങ്ങൾ ഭയക്കുന്നു. യൗമൻ അബൂസൻ ഖംതരീറാ, മുഖം ചുളിച്ചു പോകുന്ന വളരെ അധികം ദുസ്സഹമായ പ്രയാസം പിടിച്ച ദിവസത്തെ ഞങ്ങൾ ഭയന്നിട്ടാണ് ഞങ്ങൾ നേർച്ചയാക്കിയതും. ആ നേർച്ചയെ വീട്ടുന്ന സമയത്ത് പാവപ്പെട്ടവരായ നിങ്ങൾ വന്നപ്പോ നിങ്ങൾക്ക് നൽകുന്നതും റബ്ബിനെ ഭയന്നിട്ടാണ്, റബ്ബിന്റെ മുമ്പിലേക്ക് വരുന്ന ദിവസത്തെ ഭയന്നിട്ടാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും അവിടുത്തെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇവരെ കുറിച്ച് അല്ലാഹു നേരെ പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുകയാണ്. ആരാണ് ആ നല്ല ജനങ്ങൾ? അവർ യൂഫൂന ബിൻ നദിരി, അവർ നേർച്ചയാക്കുന്ന ആളുകളാണ്. ഖുർആനാണ് ഞാൻ ഓതിയത്. നേർച്ച അത് പുണ്യകർമ്മമാണ്. എന്താണ് നേർച്ച? നേർച്ച ചെയ്യൽ അത് പുണ്യകർമ്മമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് നേർച്ച എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ ഇൽതിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ ഖുർബത്തൻ ലം തതഅയ്യൻ ബിലഫ്ളിൻ മുനജ്ജദിൻ ഔ മുഅല്ലഖ്. ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ നേർച്ച എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ കൊടുക്കാറുണ്ട്. അതിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ തുഹ്ഫയിൽ പറയുന്നത്, നേർച്ച എന്ന് പറഞ്ഞാൽ ഇൽതിസാമു മുസ്ലിമിൻ മുകല്ലഫിൻ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മനുഷ്യൻ, ശരിയായ ഒരു മനുഷ്യൻ, അയാൾ ബുദ്ധിയുണ്ട്, അയാൾ മുസ്ലിമാണ്, പ്രായപൂർത്തിയൊക്കെ ആയിട്ടുണ്ട്, അവതരിവായിട്ടുണ്ട്, അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നിർബന്ധമാക്കലാണ് ഖുർബത്തൻ, ഒരു സുന്നത്തായ കാര്യത്തെ, ഒരു പുണ്യകർമ്മത്തെ. എങ്ങനെ? ലം തതഅയ്യൻ, അത് ഓരോരുത്തർക്ക് നിർബന്ധമായ മുഅയ്യനായ സുന്നത്തല്ല, അതായത് ഫർള് ഐനല്ലാത്ത മറ്റേത് പ്രവർത്തനത്തെയും താൻ ചെയ്യുമെന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ട് നിർബന്ധമാക്കലാണ് നേർച്ച. അത് ബിലഫ്ളിൻ മുനജ്ജദിൻ, അപ്പൊ തന്നെ ഞാൻ ചെയ്യുമെന്നോ, ഔ മുഅല്ലഖിൻ, ഒരു സംഭവം അതെനിക്ക് സാധിച്ചു കിട്ടിയാൽ അപ്പൊ ചെയ്യുമെന്നോ, രണ്ടു നിലക്കും നേർച്ച സ്വന്തം നിർബന്ധമാക്കൽ ചെയ്യാം. ഇതിനെയാണ് നേർച്ച എന്ന് പറയുന്നത്. അഥവാ ഒരാള് ഫർള് ഐനല്ലാത്ത, ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കുന്നത്, ഫർള് നിസ്കാരം, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇതൊക്കെ ഫർള് ഐനായ കാര്യമാണ്. ഇതിനെ നേർച്ചയാക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ നോമ്പ്, ഏത് നോമ്പ്? റമദാൻ മാസത്തിലെ ഫർള് ഐനായ നോമ്പ്, ഓരോരുത്തരും എടുക്കേണ്ട ആ കാര്യം, ഓരോരുത്തർക്കും നിർബന്ധമായ ആദ്യത്തെ ഹജ്ജ് ഫർള് ഐനാണല്ലോ. അങ്ങനെ അവനവൻ ചെയ്യേണ്ടതായ കാര്യമല്ലാത്ത, അഥവാ ഫർള് കിഫായയോ അല്ലെങ്കിൽ നിർബന്ധമില്ലാത്ത സുന്നത്തായ കാര്യങ്ങളോ അതിനെ ഞാൻ ചെയ്യും എന്ന് ഏറ്റെടുത്തുകൊണ്ട് അള്ളാഹുവിന് വാക്ക് കൊടുക്കലാണ് നേർച്ച എന്ന് പറയുന്നത്. അഥവാ ഒരാൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു, അത് സുന്നത്തായ കാര്യമാണ്, ഫർള് ഐനല്ല. അതുപോലെ തന്നെ ഒരാൾ 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, അത് സുന്നത്തായ കാര്യമാണ്. ഒരു പാവപ്പെട്ടവന് ഒരു 500 രൂപ ഒരാൾ കൊടുക്കുന്നു, അത് സുന്നത്തായ കാര്യമാണ്. സക്കാത്തല്ല, അത് ഫർള് ഐനായ നിർബന്ധമാണല്ലോ. ഇങ്ങനെ നേരത്തെ പറഞ്ഞ സുന്നത്ത് നിസ്കാരം, സുന്നത്തായ നോമ്പ്, സുന്നത്തായ സ്വതക്കകൾ, അതുപോലെ തന്നെ സിയാറത്ത് ചെയ്യൽ, അങ്ങനെ തുടങ്ങി സുന്നത്തായ എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെ അള്ളാഹുവിനോട് നമ്മൾ ഏറ്റെടുക്കലാണ്. ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി, ആ വാക്കങ്ങ് ഉപയോഗിച്ചാൽ ആ സുന്നത്തായിരുന്ന 2 റക്അത്ത് നിസ്കാരം ഇനി നിർബന്ധമായി കഴിഞ്ഞാൽ, ചെയ്യൽ നിർബന്ധമായ പിന്നെ ചെയ്യാതിരുന്നാൽ ശിക്ഷയാണ്. പക്ഷേ ശിക്ഷയല്ല അവിടെ നോക്കേണ്ടത്, മറിച്ച് ഒരു സുന്നത്തിന് അല്ലാഹു ചെറിയ പ്രതിഫലമാണ് കൊടുക്കുന്നത്. അഥവാ സുന്നത്തിന് സാധാരണ കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ 70 ഇരട്ടി കൂലിയാണ് ഒരാൾ ഫർളായ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉള്ളത്. ആ സുന്നത്താക്കിയിട്ട് തന്നെ ചെയ്യുമ്പോൾ കിട്ടുന്ന കൂലിയേക്കാൾ, ആ സമയത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഇഷ്ടത്തെക്കാൾ
അള്ളാഹുവിന്റെ പൊരുത്തം ആ സുന്നത്തായ കാര്യം സുന്നത്തായിട്ട് തന്നെ ചെയ്യുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ പൊരുത്തം ജാസ്തിയായി കിട്ടുന്നു. നേർച്ചയാക്കുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഇഷ്ടം കൂടുതലായി ലഭിക്കുന്നു നേർച്ചയാക്കിയിട്ട് ചെയ്യുമ്പോൾ. കാരണം അത് ഫർള് എന്ന അവസ്ഥയിലേക്ക് ഉയരുകയാണ്. മനസ്സിലായില്ലേ? ഒരാള് ഒരു സുന്നത്തായ കാര്യം ചെയ്യുന്നു, എന്റെ കുട്ടിക്ക് രോഗമാണ്, അത് സുഖപ്പെടാൻ വേണ്ടി ഞാനിതാ നോമ്പ് നോൽക്കുന്നു എന്ന് ഒരാൾ മനസ്സിൽ കരുതി, അത് സുന്നത്തായ കർമ്മമാണ്. മനസ്സിൽ കരുതിയാൽ നേർച്ചയാവുകയില്ല. നേർച്ചയാവണമെങ്കിൽ നാവ് കൊണ്ട് നേർച്ചയാക്കുന്നു എന്ന് പറയണം. ചില ആൾ പറയാറുണ്ട്, ഞാൻ രണ്ട് നോമ്പ് വെക്കാൻ അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കാൻ നിയ്യത്താക്കിയിട്ടുണ്ട്. നിയ്യത്താക്കി എന്ന് പറഞ്ഞാല് അത് മനസ്സിലാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നിയ്യത്താക്കി എന്ന് പറയുന്നതല്ല, മനസ്സിൽ കരുതിയിരിക്കുകയാണ്. ആ കരുതിയത് കൊണ്ട് നേർച്ച എന്ന ആ വലിയ പുണ്യകർമ്മത്തിലേക്ക് ഈ സുന്നത്തായ കർമ്മം വളരുകയില്ല. അങ്ങനെ വളർത്തിയിട്ട് നേർച്ചയാക്കി മാറ്റണമെങ്കിൽ അവൻ പറയണം, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് നാവ് കൊണ്ട് പറയണം. ഇത് പൊതുവെ പെണ്ണുങ്ങൾക്ക് മനസ്സിലാകാത്ത അറിയാത്ത വിഷയമാണ്. അറിയാത്തത് കൊണ്ട് സംഭവിക്കുന്നു. നേർച്ചയാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നേർച്ചയാക്കിയ അള്ളാന്റെ അടുക്കൽ നിന്ന് കൂടുതൽ ഇഷ്ടം നമുക്ക് കിട്ടും. ആ സമയത്ത് നമ്മുടെ ദുആക്ക് കൂടുതൽ ഫലം കിട്ടും. അള്ളാഹുവിന് നമ്മോടുള്ള ബന്ധം ഒന്നുകൂടി അധികരിക്കും എന്നൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ നേർച്ചയാക്കണമെങ്കിൽ നാവ് കൊണ്ട് അത് പറയുക തന്നെ വേണമെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇവിടെ പറയുന്നത് ബിലഫ്വിൽ, നാവ് കൊണ്ട് വാക്കാൽ തന്നെ പറയണം. എങ്ങനെ? ഒന്നുകിൽ ഈ രോഗം സുഖപ്പെടാൻ വേണ്ടി ഞാൻ നോക്കുന്നു ഒരു നോമ്പ് എന്ന് നേർച്ചയാക്കുക. ആ സമയത്ത് അവൻ അപ്പോൾ തന്നെ അത് നോക്കണം. രോഗം സുഖപ്പെട്ടില്ലെങ്കിലും നോക്കണം. സുഖപ്പെടാൻ വേണ്ടി എന്നാ പറഞ്ഞു. അത് മുനജ്ജതായ ഒരു നേർച്ച എന്ന് പറയും. അഥവാ സമയം നിർണയിക്കാതെ അല്ലെങ്കിൽ ഒരു ആഗ്രഹം ഹാസിലായി കിട്ടുന്നതിനോട് ബന്ധിപ്പിക്കാതെ ചെയ്തതാ നേർച്ചയാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ ചെയ്യണം. അത് ചെയ്യുമ്പോഴേക്ക് അതിന്റെ ബറക്കത്ത് കൊണ്ട് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ കൂടുതൽ സമയം കൊണ്ടോ ചിലപ്പോൾ ശരിയാകും. ശരിയായില്ല എന്ന് പറഞ്ഞ് നമ്മളത് നോക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷയുണ്ടാകും. ഫർളായ നിസ്കാരം ഉപേക്ഷിച്ചതുപോലെ, ഫർളായ നോമ്പ് ഉപേക്ഷിച്ചതുപോലെ, ഫർളായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴുള്ള ഹറാമിയത്ത്, ശിക്ഷ, അള്ളാഹുവിന്റെ ദേഷ്യം ഈ കാര്യത്തിനും ഉണ്ടാകും. അതേസമയം നമ്മൾ നേർച്ചയാക്കിയത് എങ്ങനെയാണ്? എന്റെ കുട്ടിയുടെ രോഗം സുഖപ്പെട്ടാൽ ഞാൻ ഒരു നോമ്പ് നോൽക്കും. അപ്പൊ പിന്നെ അവന്റെ രോഗം സുഖപ്പെട്ടതിന്റെ ശേഷം നോക്കിയാൽ മതി. അവിടെ ഇതിന്റെ പേര് മുഅല്ലഖായ നേർച്ചയെന്നാണ്. അങ്ങനെയാണ് നമ്മൾ നേർച്ചയാക്കാറുള്ളത്. പക്ഷേ നേരത്തെ പറഞ്ഞ മുഅല്ലഖല്ലാത്ത മുനജ്ജദായ നേർച്ചയാണ് നല്ലത്. അത് നല്ല ഫലമുണ്ട്. ഇതിനും തിരക്കേടില്ല, രണ്ടും ജായിസാണ്. പക്ഷെ പുണ്യമുള്ളത് ഈ മുനജ്ജതായ അപ്പപ്പം തന്നെ ചെയ്യണം. അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കുട്ടിക്ക് രോഗം സുഖപ്പെടണം എന്ന് കരുതിയിട്ട് അപ്പം തന്നെ ചെയ്യലാണ്. അള്ളാഹിനോട് നമ്മൾ പറയാ രോഗം സുഖപ്പെട്ടാലേ ചെയ്യുള്ളൂ. അതിലൊരു അദബ് കേറുണ്ട്. അത് തെറ്റാണെന്നല്ല പറയുന്നത്, രണ്ടും ജായിസാണ്. രണ്ടിൽ നിന്ന് നല്ലതേതാണെന്ന് ചോദിച്ചതിന്റെ മറുപടിയാണ് അപ്പം തന്നെ ചെയ്യൽ. അപ്പോ ഈ നേർച്ച എന്ന് പറയുന്ന സംഗതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുണ്യകർമ്മമായി പരിശുദ്ധ ഖുർആനിൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നത്, യൂഫൂന ബിന്നദരി, അവർ നേർച്ചയാക്കിയാൽ വീട്ടുന്നവരാണ്. സ്വർഗത്തിന്റെ വെള്ളം കുടിക്കുന്നവർ, സ്വർഗത്തിന്റെ പാല് കുടിക്കാൻ ഭാഗ്യം കിട്ടുന്നവർ, സ്വർഗത്തിലെ സുന്ദരമായ ആ ജീവിതത്തിന്റെ ഭാഗ്യവതികൾ, ഭാഗ്യവാന്മാർ. നേർച്ചയാക്കിയാൽ അതിനെ സമയത്തു തന്നെ വീട്ടുന്ന ആളുകളാണ്. നേർച്ചയൊക്കെ നമുക്കറിയാം, എല്ലാവർക്കും നേർച്ചയെ കുറിച്ചറിയാം. പക്ഷെ നേർച്ച വീട്ടുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മൾ പിന്നോട്ടാണ്. ഒറ്റയടിക്ക് നേർച്ചയാക്കും, 1 കോടി സലാത്ത് കഴിയും, പിന്നെ അത് ചെല്ലലുണ്ടാവൂല. എത്ര വർഷങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ആയി പോയാൽ അത് നാളെ 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 ഇത് നിർബന്ധമായ കാര്യമാണ് നമ്മളിങ്ങനെ നിർത്തിക്കൊണ്ടു പോകുന്നത്. അതേസമയം
നേർച്ച അതേ സമയത്ത് വീട്ടാൻ പറ്റുന്ന ഒരു കഴിവ് അത് അള്ളാഹു പ്രശംസിച്ച കാര്യമാണ് എന്ന് നമ്മൾ ഓർക്കണം. ചില ആളുകളുണ്ട്, എന്തെങ്കിലും ചെറിയ സംഭവം ഉണ്ടായാൽ തന്നെ വേഗം നേർച്ചയാക്കും. പണ്ടൊരു ഉമ്മ ഒരു കോടാലി കാണാതായ ഒരു സംഭവം നമുക്ക് പറഞ്ഞിട്ടുണ്ട്. കോടാലി കാണാതായപ്പോൾ ഉടനെ നേർച്ചയാക്കി, ഈ കോടാലി കിട്ടിയാൽ ഞാനൊരു സ്വർണത്തിന്റെ കോടാലി പള്ളിക്ക് കൊടുത്തേക്കാം. അപ്പൊ ആരോ ചോദിച്ചോലോ, അല്ല ഉമ്മ, നിങ്ങൾക്ക് ആ കോടാലി പൊന്നിന്റെ ആ പള്ളിക്ക് കൊടുക്കുന്നതിനേക്കാളും ഈ പൊന്നെന്നെ നിങ്ങൾക്ക് എടുത്തൂടെ, ആ കോടാലി പോയെങ്കിൽ പോട്ടേന്ന് വെക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല, നമ്മൾ ഈ നേർച്ചയാക്കുന്നത് ഇപ്പൊ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേർച്ചയാക്കുന്നത്, അതിങ്ങനെ നേർച്ചയാക്കുന്നത് മാത്രം എന്ന് പറഞ്ഞതുപോലെ ആ നിലയിൽ നേർച്ചയാക്കുന്നത് ഒരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. നേർച്ച കൊണ്ട് കളിക്കാൻ അത് ഉറപ്പ് മനസ്സിനുള്ള ആളുകൾക്കേ പാടുള്ളൂ. എനിക്ക് കഴിയുമെന്നുള്ള ബോധമുണ്ടെങ്കിൽ മാത്രമേ 1 മാസം നോമ്പ് നോക്കാൻ നേർച്ചയാക്കാൻ പാടുള്ളൂ. റമദാനിലെ നോമ്പിന്റെ കാര്യമല്ല പറയും, റമദാനിൽ ഫർള് അയിനാണ്, അത് നേർച്ചയാക്കിയാൽ നേർച്ച ആവൂല. സുന്നത്തായ കാര്യം എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമുക്ക് നേർച്ചയാക്കാം. ഉദാഹരണത്തിന് ഒരു 70,000 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നമ്മളിപ്പോ പറഞ്ഞല്ലോ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ നമുക്ക് തന്ന ദിക്ർ, അല്ലേ? ഇപ്പൊ നിങ്ങൾ ചൊല്ലി വന്നത് ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ നേർച്ചയാക്കി, ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയത് ഇതൊരു സുന്നത്തിന്റെ കൂലിയാണ്. ഇത് ഞാൻ അടുത്ത മാസത്തെ ക്ലാസ്സിൽ വരുമ്പോ 70,000 ചൊല്ലുമെന്ന് നേർച്ചയാക്കിയാൽ അതിന് 70 ഇരട്ടി കൂലി കിട്ടി. അതിന്റെ 70 ഇരട്ടി, 70 പ്രാവശ്യം 70,000 ചൊല്ലിയ കൂലി അത് നേർച്ച കൊണ്ട് കിട്ടുന്നതാണ്. അങ്ങനെ കഴിവുള്ള ആളുകൾ, ഉറപ്പുള്ള ആളുകൾ, ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് ഉത്തമ ബോധമുള്ള വ്യക്തികൾ അവര് നേർച്ചയാക്കിയാൽ അത് പുണ്യകർമ്മം തന്നെ. അല്ലാഹു പറയുകയാണ്, വമാ അൻഫഖ്തും മിൻ നഫഖത്തിൻ, നിങ്ങൾ എന്തു തന്നെ ചെലവ് ചെയ്താലും, ഔ നദർതും മിൻ നദിരിൻ, എന്തു നേർച്ച നിങ്ങൾ നേർച്ച വെച്ചാലും, ഫഇന്നല്ലാഹ യഅലമുഹു, അതിനെ അല്ലാഹു അറിയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എത്ര നേർച്ചയാക്കിയെന്നും നിങ്ങൾ എത്ര ചൊല്ലിയെന്നും ഒക്കെ അല്ലാഹു അറിയുന്നുണ്ട്. അറിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കൂലി കണക്കനുസരിച്ച് അല്ലാഹു തരും എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത് അവസാനിക്കുന്നത് അതിന്റെ അപ്പുറത്ത് തന്നെ പറയുന്നത്, വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് ഒരു സഹായിയും കിട്ടുകയില്ല കേട്ടോ. ആഖിറത്തിൽ കുടുങ്ങിപ്പോകും അക്രമികൾ. നേർച്ചയെ കുറിച്ച് പറഞ്ഞ ഉടനെ അക്രമികൾ കുടുങ്ങുമെന്നല്ല പറയുന്നത് എന്തിനാണ്? നേർച്ച അല്ലാഹു ഇഷ്ടപ്പെടുന്ന നല്ല പുണ്യകർമ്മമാണ്. ഒരു മനുഷ്യൻ ഞാനതങ്ങ് ചെയ്യുമെന്ന് അല്ലാഹുവിനോട് ഏറ്റെടുക്കുമ്പോൾ വലിയ ഇഷ്ടമാണ്. അല്ലാഹു അവനെ എന്ത് ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിനെ ചില ആളുകൾ പറ്റിക്കുന്നത്. അഥവാ നേരത്തെ അങ്ങ് വിടാതെ ആ കാര്യം സാധിച്ചതിന് ശേഷം അങ്ങ് എണീറ്റ് പോകുന്ന അവസ്ഥ. അല്ലാഹു പറയുന്ന അവർ അക്രമികളാണ്, അവരെ അല്ലാഹു സഹായിക്കുകയില്ല, ആഖിറത്തിൽ കുടുങ്ങിപ്പോകും. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇങ്ങനെ ആയത്തുകൾ തന്നെ നേർച്ചയെക്കുറിച്ച് എത്രയോ ഉണ്ട്. വേറൊരായത്ത്, ഹജ്ജിന് പോകുന്ന വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരായത്താണ്. അവിടെ പറയുന്നു, അതീഖ് എന്ന് പറയുന്ന അഥവാ കഅബ ശരീഫ്, ആ കഅബ ശരീഫിനെ തവാഫ് ചെയ്യാൻ പോകുന്ന ആളുകൾ നേർച്ചയാക്കിയാൽ ആ നേർച്ചയെയും അവർ വീട്ടണം. ആ കഅബന്റെ മുമ്പിലേക്ക് എത്തിയിട്ട് അവിടെ വെച്ച് നേർച്ചയാക്കാൻ വിചാരിച്ചത് നേർച്ചയായ ആ കാര്യം അവർ വീട്ടണം. അങ്ങനെ തുടങ്ങി നേർച്ചയെക്കുറിച്ച് പരാമർശിക്കുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫാത്തിമ ബീവിയെ കുറിച്ച് മുമ്പ് പറഞ്ഞതുപോലെ അതാ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെയും നേർച്ചയെക്കുറിച്ച് ആയത്തിൽ പറയുന്നുണ്ട്, ഇദ് ഖാലത് ഇംറഅതു ഇമ്രാന റബ്ബി ഇന്നീ നദർതു ലക മാ ഫീ ബത്നി മുഹററാ. നമ്മൾ മുമ്പ് കേട്ടതാണ്. എന്റെ വയറ്റിലുള്ള കുട്ടിയെ അത് വലുതായതിന്റെ ശേഷം പള്ളിയിലേക്ക് തരാൻ ഞാൻ നേർച്ചയാക്കിയെന്ന് ഇമ്രാനിന്റെ ഭാര്യ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ നേർച്ചയാക്കി പരിശുദ്ധ ഖുർആൻ പറയുകയാണ്.
മൊത്തത്തിൽ ഇത് പുണ്യകർമ്മമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സമർത്ഥിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം പറയുന്ന ഹദീസുകൾ സമർത്ഥിക്കുകയാണ്. എല്ലാ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും മൊത്തത്തിൽ പറയുന്നത് വിശദീകരിക്കാതെ പറയുകയാണെങ്കിൽ അന്നഹാ ഖുർബത്തുൽ, അല്ലാഹുവിനെ കൈയിലാക്കാനുള്ള പുണ്യകർമ്മമാണ്. അഥവാ അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ഒരു പ്രത്യേകമായ പരിഗണന, അള്ളാഹുവിൽ സ്വാധീനം ചെലുത്തുക, അതിന് പറ്റിയ ഒരു കൈക്കൂലി അള്ളാഹുവിനെയാണ് നമ്മൾ കയ്യിലെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിളി കേൾക്കുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവുമായി നമുക്ക് അടുപ്പമില്ല. ആ അടുപ്പം ഉണ്ടാക്കാനുള്ള ഒരു കർമ്മമാണ് പൂർവകാലത്ത് നമ്മുടെ ഉമ്മമാരും ഉപ്പാപ്പമാരും അവിടെ അതിനു മുമ്പുള്ള ആളുകളൊക്കെ നേർച്ച 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 എന്ന് പറയുന്നത്. ആ നേർച്ചക്ക് അത്ര വലിയ ഫലമുള്ളത് കൊണ്ടാണ് ഇപ്പൊ നേർച്ച എന്ന് പറയുമ്പോ അപ്പുറത്ത് മൈക്ക് കെട്ടും സുന്നികളല്ലാത്തവർ കണ്ടോ നേർച്ച, ഒരു നേർച്ചയെ വിമർശിക്കാൻ ആർക്കാണ് കഴിയുക? ഒരു സുന്നത്തായ കാര്യം ഞാൻ അങ്ങ് ചെയ്യുന്നു എന്ന് ഏറ്റെടുക്കലാണ് നേർച്ച. അത് പുണ്യകർമ്മമാണെന്ന് ഖുർആനും ഹദീസും എല്ലാ ഇമാമുകളും പറയുന്നു. അന്നഹാ ഖുർബത്തുൽ, ആ നേർച്ച അത് പുണ്യകർമ്മം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന സുന്നത്ത് കർമ്മമായ അവർക്ക് വേണ്ടി ഹദിയ ചെയ്യൽ കർമ്മങ്ങളെ നമ്മൾ നേർച്ചയാക്കിയിട്ട് ചെയ്യുന്നത്. അഥവാ മരിച്ചവർക്ക് നമ്മൾ ഹദിയ ചെയ്യുമല്ലോ. മരിച്ച ഒരു മനുഷ്യൻ, ആ മരിച്ച മനുഷ്യന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ മരിച്ച മനുഷ്യൻ ഒരു യാസീൻ ഓതി ഹദിയ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഖത്മുൽ ഖുർആൻ ഓതിയിട്ട് ആ മരിച്ച മനുഷ്യന്റെ മേൽ ഭയങ്ങുകയോ അത് ഓതി ഹദിയ ചെയ്യുകയോ വർഷാവർഷം ആ മരിച്ച ദിവസം വരുമ്പോൾ, ആ ഡേറ്റ് വരുമ്പോൾ അതങ്ങ് എഴുതി വെച്ചിട്ട് നമ്മുടെ ഉമ്മമാര് നമ്മുടെ മക്കൾക്കൊക്കെ ഉപ്പാപ്പാന്റെ മരിച്ച ദിവസം മറക്കാതിരിക്കാൻ നല്ല ഡയറി എടുത്തിട്ട് പഴയ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നത് എന്തിനാണ്? അവർ മരിച്ച ദിവസത്തിൽ എല്ലാ വർഷവും ഞാൻ എന്റെ ഉപ്പാക്ക് യാസീനോദാൻ നേർച്ചയാക്കി. അതുകൊണ്ടാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഉമ്മാമ പറയുന്നത് എന്തായാലും ഡേറ്റ് തെറ്റാൻ പാടില്ല, ആ ദിവസം തന്നെ ഉപ്പാപ്പാന്റെ പേരില് ഒരു യാസീന് കഴിക്കണം. ഒന്ന് നേർച്ച, ആ നേർച്ച മനസ്സിൽ പണ്ടേ ചെയ്തതാണ്, പറഞ്ഞതാണ്. വർഷാവർഷം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യും. അത് ചെയ്യണം. ചെയ്യാൻ നേർച്ചയാക്കിയാൽ അത് ചെയ്യണം. നമ്മൾ പൊതുവെ ഈ ദുആ കഴിക്കുന്നതിനെ നേർച്ച എന്ന് പറയാറുണ്ട്. അത് പഴയ കാലത്ത് നേർച്ചയാക്കിയിരുന്നവർ വർഷവും ഞങ്ങൾ ഈ പുണ്യകർമ്മത്തെ ചെയ്യുമെന്ന് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മമാര് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? മരിച്ചതിന്റെ നേർച്ച എന്ന് പറയാറില്ല. ഓരോ വർഷം നേർച്ച കഴിക്കുന്നില്ലേ? ഔലിയാക്കളുടെ മക്ബറകളിൽ കഴിയുന്ന ഉറൂസ്, അതിന് നേർച്ച എന്ന് പറയാൻ കാരണം എന്താ? നേർച്ച എന്ന വാക്ക് അത് ആ പുണ്യകർമ്മമാണ് മരിച്ചവർക്ക് ഹദിയ ചെയ്യുക എന്നുള്ളത്. അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ആ സുന്നത്തായ ഖുർആനോത്ത് അവർക്ക് കിട്ടുന്നതിനേക്കാൾ 70 ഇരട്ടി കൂടിയിട്ട് ഫർളായിട്ട് കിട്ടിക്കോട്ടെ. അങ്ങനെ ഒരു മകൻ ചിന്തിച്ചാൽ അതിലെന്താണ് തെറ്റുള്ളത്? അത് പ്രശംസിക്കേണ്ടതും പ്രോത്സാഹിപ്പിക്കേണ്ടതും അവനെ എടുത്ത് തലയിൽ വെക്കേണ്ടതും അല്ലേ? അതിനെ വിമർശിക്കേണ്ടതാണോ? അടുത്ത വർഷം എന്റെ ഉപ്പാന്റെ പേരിൽ ഒരു യാസീൻ ഓതാൻ ഞാൻ നേർച്ചയാക്കി, മരിച്ച ദിവസം അല്ലെങ്കിൽ അതേ മാസത്തിൽ ഏതെങ്കിലും ഡേറ്റിൽ. എന്നാൽ ആ യാസീനിന്റെ ഒരു സുന്നത്ത് കൂലി കിട്ടുന്ന സ്ഥാനത്ത് ആ ഖബറിലേക്ക് ഇപ്പൊ കിട്ടുന്ന എന്താ? ഫർളിന്റെ കൂലിയാണ്, 70 യാസീനിന്റെ കൂലിയാണ്. അതേസമയം ആ വർഷം ആകുമ്പോൾ ചെയ്യുമെന്ന് നിയ്യത്ത് വെച്ച ഉമ്മാമാക്ക് അള്ളാഹു നേർച്ചയുടെ പ്രതിഫലം കൊടുക്കുന്നു. മരിച്ചുപോയ മനുഷ്യന് അതിന്റെ ഫലം അള്ളാഹു എത്തിക്കുകയും ചെയ്യുന്നു. ഓതിയ യാസീന്റെ കൂലി ഓതിയ ആൾക്ക് കുറക്കുന്നില്ല, ഓദിപ്പിച്ച ആൾക്കും കുറക്കുന്നില്ല. ഖബറിലേക്ക് എത്തുമ്പോ അതിന്റെ പവർ കുറയുന്നില്ല. മൂന്നും ഒരേ പവറിലാണ് എത്തുന്നത്. അള്ളാഹുവാണ് എത്തിക്കുന്നത്. അത് എത്തുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട രണ്ടാം ശാഫിഈ എന്ന് പറയുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു ശരിക്കും മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ മരിച്ചവരുടെ പേരിൽ യാസീൻ കഴിക്കാൻ, ആണ്ട് കഴിക്കാൻ
നേർച്ചയാക്കിയതിന്റെ പിന്നിൽ അത് എത്തുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അത് കേരളത്തില് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ആളുകൾ കൂടി ഉണ്ടാക്കിയതല്ലേ? കേരളത്തിന് പുറത്തു പോയാൽ ഇതൊന്നും കാണൂല. എവിടെ ഈ പുറത്ത്? കേരളത്തിന്റെ പുറത്തു ഔത്തും എല്ലാം ഉണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബിൽ രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഷാഫി ഇമാമിന്റെയും അവിടുത്തെ ശിഷ്യന്മാരുടെ ഒക്കെ ഇൽമ് ക്രോഡീകരിച്ച് ലോകത്തിന് എത്തിച്ചു തന്ന രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ആരാണ്? ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ആരാണ്? വലിയ മഹാനാണ്. അദ്ദേഹം കിതാബ് എഴുതുന്ന സമയത്ത് പേന പ്രകാശിക്കാറുണ്ട്. വിളക്ക് കെട്ടുപോയാൽ പേനയാണ് പ്രകാശിക്കുന്നത്. വിരല് പ്രകാശിച്ച കറാമത്ത് കാണിച്ചിട്ടുണ്ട്. എഴുതുന്ന സമയത്ത് ചിലപ്പോൾ വിരലായിരിക്കും പ്രകാശിക്കുക, എണ്ണ തീർന്നാൽ. ചിലപ്പോൾ മരത്തിന്റെ അടിയിലിരുന്നു കൊണ്ടാണ് കിതാബ് എഴുതുന്നതെങ്കിൽ മരത്തിന്റെ ഇലകൾ ലൈറ്റായിട്ട് മാറിയ കറാമത്ത് എപ്പോഴും കാണിക്കാറുണ്ടായിരുന്ന ഔലിയാക്കളിൽ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറയുകയാണ്, ഇന്ന സ്വദഖത തസിലു ഇലൽ മയ്യിത്തി. കണ്ടോ, മയ്യിത്തിലേക്ക് സ്വതക്ക ഹദിയ ചെയ്താൽ എത്തുക തന്നെ ചെയ്യും. തീർച്ചയായും സ്വതക്ക മയ്യത്തിലേക്ക് എത്തും. അതെങ്ങനെയാ എത്തുക? നമ്മളിപ്പോ ജീവിതകാലത്തൊരു 1000 രൂപ ഒരാൾക്ക് കൊടുത്താൽ നമുക്ക് കൂലി കിട്ടൂലേ? അതേ കൂലിയാണ് ഈ മകനും കിട്ടുന്നത്. മകൻ ഇതിന്റെ കൂലി സവാബിനെ, മിസുലു സവാബിനെ, അഥവാ ഈ ഞാൻ സ്വതക്ക ചെയ്തതിന്റെ കൂലിയെ ഞാൻ എന്റെ ഉപ്പക്ക് ഹദിയ ചെയ്തു റബ്ബേ, നീ എത്തിക്കണേ റബ്ബേ, ദുആ നടത്തണം. അങ്ങനെ നടത്തുമ്പോ ഖബറിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ലോകത്തൊരു പണ്ഡിതനും സംശയമില്ല. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, മയ്യത്തിലേക്ക് എത്തുകയും വയന്തഫിഉ ബിഹാ, മയ്യത്തിന് അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ലോക മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഒരു തർക്കവും ആ വിഷയത്തിൽ ഇല്ല. അള്ളാഹുവിന്റെ ദീനറിയുന്ന മഹാന്മാരായ ഇമാമുകൾ 1000 കൊല്ലം ഇസ്ലാം പ്രചരിച്ചിട്ട് 1000 കൊല്ലത്തിന്റെ ഇടയിൽ ഒരൊറ്റയാളും അതിനെ എതിർത്തിട്ടില്ല. അതിന്റെ ശേഷം ഇപ്പൊ ഒരു 300 വർഷത്തിന്റെ ഇടയിൽ ഏതോ ചില അല്പന്മാരെ എതിർത്തെങ്കിൽ ഇമാം നവവി തങ്ങൾ പറയുന്നു, ലാ ഖിലാഫ ബൈനൽ മുസ്ലിമീൻ ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ഇടയിൽ അതിൽ തർക്കമില്ല. എന്നിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഹാദാ ഹുവ സവാബ്. ഇതാണ് ഈ കാര്യത്തിലുള്ള അന്തിമമായ തീരുമാനം, പണ്ഡിത ലോകത്തിന്റെ തീരുമാനം. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതിന് എതിർപ്പ് ലോകത്തൊരു മുസ്ലിമും പറഞ്ഞിട്ടില്ല. മരിച്ച ആൾക്ക് ഹദിയ ചെയ്യൽ, നമ്മൾ ഖുർആൻ ഓതൽ പുണ്യകർമ്മമല്ലേ, എന്നാൽ അതിന്റെ കൂലി സവാബ് മരിച്ചവർക്ക് ഹദിയ ചെയ്താൽ അത് കിട്ടും. നമ്മൾ സ്വതക്ക ചെയ്യൽ പുണ്യകർമ്മമല്ലേ, അത് മരിച്ചവർക്ക് ഹദിയ ചെയ്യാൻ കിട്ടും. അപ്പൊ ഹദിയ ചെയ്യലും പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തെ ഞാൻ ചെയ്യുമെന്ന് ഏറ്റെടുക്കലാണ് നേർച്ച. അത് ചെയ്യുമ്പോൾ ഫർളിന്റെ കൂലിയും, അത് ചെയ്യൽ ഫർളായിട്ടും മാറും. കൂലി കൂടുന്നു, പവർ കൂടുന്നു. മനസ്സിലായ? എല്ലാ സംശയത്തിന്റെ കാര്യത്തിലുണ്ടോ ആർക്കെങ്കിലും? ഒരു സംശയവുമില്ല. ലോകത്ത് എല്ലാ ഇമാമുകളും പറഞ്ഞതാണ്. അപ്പൊ ഇതിന് എതിർപ്പ് പറഞ്ഞത് ആരാണ്? ചില ആളുകൾ ഖുർആൻ ഇങ്ങനെ ഓതി, ഈ ആയത്താണ് ലോകത്ത് മരിച്ചുപോയ മനുഷ്യർക്ക് എത്തുമെന്ന് എല്ലാ ഇമാമുകളും പറയുമ്പോ ചില ആളുകൾ മൂലക്കിരുന്നു കൊണ്ട് ഓതുന്ന ആയത്ത്. എന്താണ് ആയത്ത്? മനുഷ്യന് ഇല്ല ഇല്ലാമാസാ. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? മനുഷ്യന് ഇല്ല ഇല്ലാമാസാ, അവൻ അധ്വാനിച്ചതല്ലാതെ. ഒരു മനുഷ്യൻ അധ്വാനിച്ചതേ അവന് കിട്ടുള്ളൂ. ഖുർആൻ പറഞ്ഞതാണ്, ശരിയാണ്. അങ്ങനെ ആയത്തുണ്ടോ? ഉണ്ട്. അങ്ങനെ ഖുർആനിലുള്ള പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്
അവൻ അധ്വാനിച്ചത് അവന് അവൻ അധ്വാനിച്ചതേ കിട്ടുള്ളൂ. ഈ ആയത്തിന്റെ അർത്ഥം എന്താണ്? അത് എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഹദീസുകളിലേക്ക് കടക്കണം. മനുഷ്യന് അവനവൻ അധ്വാനിച്ചതേ കിട്ടുമെങ്കിൽ ഒരു ഹദീസ് ഞാൻ പറയാം. എൻ്റെ ഉമ്മമാരെ, നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്, നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു ഹദീസ് നമുക്കൊക്കെ അറിയാലോ, നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ഹദീസ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അമലുഹു. നിങ്ങൾ കേട്ട ഹദീസല്ലേ? ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ അമല് മുറിഞ്ഞുപോയി, അവന്റെ ഏട് മടക്കിപ്പോയി, മലക്കുകൾ അവരുടെ പാട്ടിന് പോയി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാമിൻ സലാ, 3 കാര്യം ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ ഹദീസല്ലേ മക്കളെ? ഈ എതിർക്കുന്നവരോട് നമുക്ക് ചോദിക്കണം. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 കാര്യത്തെ ഒഴിവാക്കി. അത് മരിച്ചാലും മുറിയൂല, മരിച്ചതോടുകൂടെ അവന്റെ അമല് മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, 3 ഒഴികെ എല്ലാം മുറിഞ്ഞു. എന്താണ് ആ 3? ആ 3 ഒന്ന് പറയുന്നത് അവൻ പഠിച്ച ഇൽമ ജനങ്ങൾക്ക് ഉപകരിപ്പിച്ചു കൊടുക്കോ. ആ ജനങ്ങൾ അവൻ മരിച്ചതിന്റെ ശേഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കാരണമായി, അവന്റെ ഇൽമ കാരണമായി അവരൊക്കെ നന്നായെങ്കിൽ അവർ ചെയ്യുമ്പോൾ മരിച്ച മനുഷ്യന് ഖബറിലേക്ക് അതിന്റെ കൂലി എത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് സ്വദഖത്തുൻ ജാരിയായ സ്വതക്ക. ഒരാൾ ജീവിതകാലത്ത് ഫലം കിട്ടുന്ന ഒരു സ്വതക്ക ചെയ്തു വെച്ചാൽ, ഉദാഹരണത്തിന് ഒരു പള്ളി നിർമ്മിച്ചാൽ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ, മദ്രസയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്ഥിരമായി നിൽക്കുന്നത് ബെഞ്ച് പോലോത്തത് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലോത്തത് ചെയ്താൽ ആ ബെഞ്ച് കൊണ്ട്, ആ പള്ളി കൊണ്ട്, ആ പള്ളിയിലെ മുസ്ഹഫ് കൊണ്ട്, അവൻ കൊടുത്ത സാധനം കൊണ്ട് അവൻ മരിച്ചതിന്റെ ശേഷം ജനങ്ങൾ ഉപകാരമെടുക്കുമ്പോൾ അതിന്റെ കൂലി സവാബ് അവന്റെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2, മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വവലദു സാലിഹീൻ യദ്ഉ ലഹു. അവന് വേണ്ടി ദുആ ചെയ്യുന്ന മകൻ, ദുആ നടത്തുന്ന മകൻ. ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസാണ്. ഒരു മകൻ ദുആ ചെയ്യുമ്പോൾ അവൻ എത്തുകയാണ്. നാം മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ മരിക്കുമ്പോ ഭാര്യ ഗർഭിണിയാണ്, അവൻ മരിച്ചതിന്റെ ശേഷമാണ് ഭാര്യ പ്രസവിക്കുന്നത്. ആ യതീമായ മോനെ പള്ളി കൂടത്തിൽ ചേർത്തിട്ട് അവൻ മദ്രസയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുമ്പോഴേക്ക് ഖബറിൽ ശിക്ഷയിലുണ്ടായിരുന്ന പാപക്ക് മോചനം ലഭിച്ചത് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം നേരിട്ട് കണ്ടത്, തഫ്സീറുകളിൽ എടുത്തത് നമ്മൾ പറഞ്ഞത് മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ മരിച്ചുപോയ മനുഷ്യന്റെ മക്കൾ ചെയ്യുന്ന അമല് അവന്റെ ഖബറിലേക്ക് എത്തുകയാണ്. എവിടെയാണ് ഈ ആയത്തിന് ഇതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഈ ഹദീസുകൾ ഉപകരിക്കാതിരിക്കുക? ഒരാൾ പറയാ അവനവൻ അധ്വാനിച്ചതേ കിട്ടുള്ളൂ, പിന്നെ മകൻ ചെയ്യുന്ന ദുആ കൊണ്ട് ഉപ്പാക്ക് പിന്നെ ഫലമല്ലാതെ ഈ ഹദീസ് കൊണ്ട് എന്താ മനസ്സിലാവുന്നത്? അപ്പൊ അതൊന്ന് മനസ്സിലാക്കുന്നത് ഫലമല്ല. ഈ ഹദീസിൽ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അവനവൻ അധ്വാനിച്ചത് അവനവന് കിട്ടൂന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത തെറ്റ്, ആ തെറ്റാണ് ആയത്തിൽ പറയുന്നത്. ഒരാൾ ചെയ്ത തെറ്റ് അവനവൻ തന്നെ അനുഭവിക്കണം. അത് മറ്റൊരാൾക്ക് അതിന്റെ കാരണം ആ തെറ്റിനെ ഏറ്റെടുക്കാൻ അധികാരമില്ല. ഇത് മക്കയിലെ മുശ്രിക്കീങ്ങളോട് പറഞ്ഞതാണ്. മക്കയിലെ മുശ്രിക്കീങ്ങളെ നേതാക്കൾ പറയും, നിങ്ങളെ അള്ളാഹ് ശിക്ഷിക്കുമ്പോ നിങ്ങളെ തെറ്റ് ഞങ്ങളെ ഏറ്റെടുത്തോളാം, നിങ്ങളെ രക്ഷിക്കാം എന്നൊക്കെ വീമ്പ് പറയാറുണ്ട്. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അള്ളാഹ് പറയുകയാണ്, അവനവൻ അധ്വാനിച്ചത് അവനവൻ തന്നെ അനുഭവിക്കേണ്ട ലോകമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ആരുടെയും വാക്ക് കേട്ടിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ എതിർത്തു പോകണ്ട എന്നാണ് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഈ ഹദീസുകളെ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും? സുബ്ഹാനല്ലാഹ്,
മരിച്ചവർക്ക് എന്തെങ്കിലും ലഭിക്കുന്ന വഴികളെയല്ലേ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന നമ്മുടെ സഹോദര സംഘടനയിൽപ്പെട്ട ആളുകൾ തടയുന്നത്? എത്ര വലിയ പാതകമാണ്! ശരിയായി ബുദ്ധിയോടെ ഒരു മനുഷ്യൻ ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ് അവർ ചെയ്യുന്ന തെറ്റെത്ര വലുതാണ്. മരിച്ച മനുഷ്യന്റെ അവസ്ഥ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഒരു മനുഷ്യൻ ഖബറിൽ കിടക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, കളവല്ല സഹോദരികളെ. ഇമാം ബൈഹഖി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഹദീസ് ആരുടേതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഒരു പുഴയിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യന്റെ അവസ്ഥ, ആരെങ്കിലും തന്നെ രക്ഷിക്കുമോ? കൈനീട്ടുകയാണ്, അവനിങ്ങനെ ആർത്ത് വിളിക്കുകയാണ്, ആരാണ് എന്നെ രക്ഷപ്പെടുത്തുന്നതെന്ന് ചോദിക്കുകയാണ്. ആ പുഴയിൽ മുങ്ങിപ്പോകുന്ന മനുഷ്യനെ പോലെ തന്റെ കുടുംബങ്ങളിൽ നിന്നുള്ള ദുആ, ആ ഹദീസിൽ പറയുന്ന ദുആ എന്നാണ്, ആ കുടുംബത്തിലുള്ള ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുകയാണ് ഒരു ഖബറിലുള്ള മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ട് ഖബറാളികൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഖബറിലുള്ള മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇവനെ രക്ഷിക്കാൻ ഒരു മകൻ മുന്നോട്ട് വരുമ്പോ മുജാഹിദായ മറ്റേ മകൻ പറയുന്നു, പാടില്ല, ഉപ്പാന്റെ പേരിൽ നേർച്ച കഴിക്കാൻ പാടില്ല, ഉപ്പാക്ക് യാസീനോദി ഹദിയ ചെയ്യാൻ പാടില്ല, ഉപ്പ ജീവിതകാലത്തിൽ ഓതേണ്ടതായിരുന്നു, മരിച്ചിട്ടല്ല ഓതി കൊടുക്കേണ്ടതെന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, മയ്യത്ത് നിസ്കാരം വരെ ഇനി ഇവര് തടയുന്ന അവസ്ഥ വരില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്. മയ്യത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞത് ഒരു നല്ല ഈ അള്ളാഹുവിനെ കുറിച്ച് വിശ്വാസമുള്ള, അതായത് മുസ്ലിങ്ങളായ 40 പേർ ഒരാൾക്ക് മയ്യത്ത് നിസ്കരിച്ചാൽ അള്ളാഹ് പുറത്തു കൊടുക്കും. ഒരർത്ഥം പറയാതെ മരിച്ചുപോയ ആളാ, പിന്നെ ഇവര് നിസ്കരിച്ചിട്ട് പുറത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ ആയത്തിനെതിരാവൂലേ? ഇവര് ചോദിക്കും, നാളെ മരിച്ച മനുഷ്യനെ മുന്നിൽ കിടത്തിയിട്ട് മയ്യത്ത് നിസ്കരിക്കുന്നത് എന്തിനാ? അവിടെ ഫാത്തിഹ ഓതുന്നത് എന്തിനാ? അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹായ സലാത്ത് ചൊല്ലുന്നത് എന്തിനാ? മയ്യിത്ത് നിസ്കാരത്തിൽ ആദ്യം ഫാത്തിഹ, പിന്നെ സലാത്ത്, പിന്നെ ദുആ. മരിച്ച ആൾക്ക് നമ്മൾ ദുആ ചെയ്തിട്ട് എന്താ കാര്യം? ഒരു മനുഷ്യൻ ചെയ്തതേ മനുഷ്യന് കിട്ടുള്ളെങ്കിൽ പിന്നെ എന്തിനാണോ നീ ദുആ ചെയ്യുന്നത്? മരിച്ച മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുന്നതാണ്. ആ നിസ്കാരത്തവരെ എതിർക്കുകയില്ലേ? ഇവിടെയാണ് നേർച്ചയുടെ കാര്യം നമുക്ക് വ്യക്തമാകുന്നത്. നമ്മൾ നേർച്ചയാക്കിയിട്ട് യാസീൻ ഓതുമ്പോ ഓതിയ ആൾക്ക് കൂലി കിട്ടും. കൂലി, അതിന്റെ നേരെ കൂലി, അതിനെ പ്രതിഫലം എന്നറിയാം. അതിന്റെ പ്രതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു ഫോട്ടോ കോപ്പി എടുക്കുകയാണെങ്കിൽ ആ കടലാസിന്റെ നേരെ പ്രതി അല്ലെ, അതിന്റെ നേരെ കോപ്പി, അതിനെയാണ് പ്രതി എന്ന് പറയാം. പ്രതിഫലം അവന് തന്നെയാണ് ആ ചെയ്തതിന്റെ കൂലി. ഫലമുണ്ടല്ലോ, അതിനെ പിന്നെയും കോപ്പിയാക്കാൻ പറ്റും ഇല്ലേ? അതിന്റെ ഫലം മരിച്ച മനുഷ്യനാണ്. ഒരാള് മയ്യത്ത് നിസ്കരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന്റെ കൂലി മരിച്ച ആൾക്കാണോ? അല്ല, നിസ്കരിച്ച് നമ്മളല്ലേ, നിസ്കാരത്തിന്റെ കൂലി നമുക്കാണ്. പക്ഷേ അവന് അല്ലാഹ് പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞ ഫലം അത് മയ്യത്തിനാണ്. അപ്പോ നമ്മൾ നേർച്ച കഴിക്കുമ്പോൾ അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഓതിയ ഉസ്താദിന് കിട്ടും, കഴിപ്പിച്ച മകന് കിട്ടും, അവിടെ പങ്കെടുത്ത അയൽക്കാർക്ക് കിട്ടും. യാസീന് വെറുതെ കളയുകയല്ല ചെയ്യുന്നത്, അതിന്റെ കൂലി നമുക്ക് കിട്ടും. പക്ഷേ അതിന്റെ ഫലം ഖബറാളികൾക്ക് എത്തും കേട്ടോ. അതിനെ എതിർക്കുന്നവരെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതനുസരിച്ച് മഹാന്മാര് അത് മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മത്തെ നേർച്ചയാക്കിക്കോ. എന്റെ ജീവിതകാലത്തിൽ ഞാൻ ചെയ്യുമെന്ന് നേർച്ചയാക്കുന്നു. എന്റെ മരിച്ചുപോയ ഉപ്പയ്ക്ക്, എന്റെ മരിച്ചുപോയ ഭർത്താവിന്, എന്റെ മരിച്ചുപോയ കുടുംബത്തിന്റെ പേരിൽ വർഷാവർഷം ഞാൻ യാസീൻ ഓതുമെന്ന് ഞാൻ നേർച്ചയാക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്ക ഉമ്മ. ആ നിമിഷം നിങ്ങൾക്ക് അല്ലാഹു കൂലി തരാൻ തുടങ്ങുകയാണ്. വലിയ കൂലിയാണ്, വലിയ ഏറ്റെടുക്കലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ചെയ്താൽ അവർക്ക് കിട്ടുക തന്നെ ചെയ്യും. കിട്ടാലേ നേർച്ച എന്ന് കാര്യമായിട്ട് പറയുമ്പോ ഈ നേർച്ച കഴിക്കുന്നതിനെ തന്നെയാ പറയേണ്ടത്. ഇത് കിട്ടുമെന്നുള്ളതാ വലിയ സംശയം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വളരെ
ഒറിജിനലായ ഹദീസുകളാണല്ലോ ബുഖാരിയിലുള്ളത്. ബുഖാരിയിലുണ്ടോന്ന് അവർ ചോദിക്കാറ് തന്നെയുള്ളത്. ബുഖാരിയിൽ തന്നെയാണുള്ളത് എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പറയാം. ആരെയും വിമർശിക്കാതെ നമ്മൾ ചെയ്യുന്നതിന്റെ കാര്യത്തിലുള്ള ഈമാൻ നമുക്ക് വർദ്ധിപ്പിക്കാൻ ഈ ഹദീസ് കേട്ടോ സഹോദരികളെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ കണ്ടതാണ് അള്ളാന്റെ റസൂലിനോട് ഒരാൾ വന്നിട്ട് പറയുന്നു, ബുഖാരിയിലുള്ള ഹദീസാണ്, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, തവഫിയത്ത് ഉമ്മുഹു വഹുവ ഗായിബുൻ അൻഹാ. അയാൾ എവിടെയോ യാത്ര പോയി തിരിച്ചു വരുമ്പോൾ ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച ഉമ്മയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ വരുമ്പോഴേക്ക് ഖബറിൽ മറമാടി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ഉമ്മി തൗഫിയത്ത്, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട് നബിയേ, വഅന ഗായിബുൻ അൻഹാ, ഞാൻ ഇവിടെ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത്, അതുകൊണ്ട് അയംഫഉഹാ ശൈഉൻ ഇൻ തസദ്ദഖ്തു ബിഹി അൻഹാ, എന്റെ ഉമ്മയെ തൊട്ട് ഞാൻ സദഖ ചെയ്താൽ ഉമ്മാക്ക് ഉപകരിക്കുമോ നബിയേ? നോക്ക്, ആരോടാ ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോടാണ്. എന്താണ് ചോദിക്കുന്നത്? ഉമ്മ മരിച്ചുപോയ ഉമ്മാക്ക് ഞാൻ സദഖ ചെയ്താൽ എത്തുമോ, കിട്ടുമോ, ഫലം ചെയ്യുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഖാല നഅം, നഅം എന്ന് പറഞ്ഞാൽ അതെ, യെസ്, യെസ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു എത്തും. നബി തങ്ങൾ പറയുന്നു എത്തും. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ എത്തും എന്ന് പറയുന്നു. മുജാഹിദും മറ്റവന്മാരും പറയുന്നു എത്തില്ല. അപ്പൊ ആരെ സ്വീകരിക്കണം? നമ്മളെ മരിച്ച ഉപ്പാന്റെ അവസ്ഥ, മരിച്ചുപോയ ഭർത്താവിന്റെ അവസ്ഥ നേരിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യണ്ടേ? സഅദ് ഇബ്നു ഉബാദ ചെയ്തതുപോലെ ഉടനെ തന്നെ സഅദ് ഇബ്നു ഉബാദ പറയുന്നു, ഇന്നി ഉസ്ഹിദുക, നബിയെ തങ്ങളെ സാക്ഷിയാക്കുകയാണ് ഞാൻ, അന്നഹാ ഇതി മിഹ്റാബ്, എന്റെ മിഹ്റാബ് എന്ന് പറയുന്ന വലിയ തോട്ടമുണ്ടല്ലോ, ഒരുപാട് തോട്ടമുണ്ട് അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമാണ് മിഹ്റാബ്. അത് സ്വദഖത്തുൻ അലൈഹാ, എന്റെ ഉമ്മാന്റെ പേരിൽ സ്വദഖയായി പള്ളിക്ക് ഇരുന്നോട്ടെ നബിയേ. അങ്ങ് സ്വതക്കയാക്കുകയാണ്, വഖഫ് ചെയ്യുകയാണ്. ഇത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നേരിട്ട് കണ്ടതാണ്. അന്ന റജുലൻ ഖാല ലിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇന്ന അബീ മാത വ തറക മാലം വലം യൂസ്, എന്റെ ഉപ്പ പെട്ടെന്ന് മരിച്ചുപോയി നബിയേ, അയാൾ സ്വതക്ക ചെയ്യുമായിരുന്നു, ഒന്നും വസിയത്ത് ചെയ്തിട്ടില്ല. വസിയത്ത് ചെയ്യാതെ അഥവാ ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ എഴുതി വെക്കാതെ മരിച്ചതാണ് എൻ്റെ ഉപ്പ. ഞാൻ അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തെ തൊട്ട് ഞാൻ സ്വതക്ക ചെയ്താൽ എന്റെ ഉപ്പാക്ക് അള്ളാഹ് പുറത്തു കൊടുക്കുമോ? നേരത്തെ ഉപകാരം ചെയ്യുമോ എന്നാ ചോദിച്ചത്. ഇവിടെ ചോദിക്കുന്നത് എന്റെ ഉപ്പാക്ക് പൊറുക്കപ്പെടുമോ നബിയേ? ചോദ്യം. അള്ളാന്റെ റസൂല് പറയുന്നു, മുസ്ലിം ഇമാം റിവായത്ത് ചെയ്യുന്നു, എന്താണ്? ഖാല നഅം, അവിടെയും അതെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു. ഇങ്ങനെ നോക്കിയ ഹദീസുകളെ കുറിച്ച് തന്നെ പറയാൻ ഒരുപാടുണ്ട്. അബൂ ദാവൂദ് റിവായത്ത് ചെയ്യുന്ന സ്വഹീഹായ മറ്റൊരു ഹദീസ് വളരെ രസമുണ്ട്. ഈ ഹദീസ് നല്ല രസമുണ്ട്. മരിച്ചുപോയ ആളുകൾക്ക് എത്തൂല അല്ലെ? പരിശുദ്ധ ദീനിനെ ഇങ്ങനെ കുട്ടിച്ചോറാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന നേരത്തെയൊക്കെ ഒരു വല്ലാത്ത ഹിന്ദുക്കൾ ചെയ്യുന്നത് പോലെ ആക്കിയിട്ട് മാറ്റാനുള്ള ശ്രമം. സുബ്ഹാനല്ലാഹ്, അറിവുള്ള ആളുകൾ ഇത് ചർച്ച ചെയ്യണ്ടേ? നമ്മുടെ മുമ്പിലിരിക്കുന്ന ഉമ്മമാർക്ക് ഇത് അറിയണ്ടേ? അറിയാതെ പോയാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടി വരില്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതാ ഹദീസില് ഖാല സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നേരിട്ട് കാണുകയാണ്. അവിടെ നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, സഅദ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുന്നു, നബിയേ, ഇന്ന ഉമ്മ സഅദ്, എന്റെ ഉമ്മയായ ഉമ്മു സഅദ് എന്ന് പറയുന്ന എന്റെ ഉമ്മ മാതത്, അവൾ വഫാത്തായി പോയിട്ടുണ്ട് നബിയേ.
ഏതാ ഞാൻ സദഖ ചെയ്യേണ്ടത്? സദഖ അങ്ങ് സ്വഹാബികളുടെ ഇടയിൽ മരിച്ചവർക്ക് സദഖ ചെയ്യുക, മരിച്ചവർക്ക് പുണ്യകർമ്മങ്ങളെ ഹദിയ ചെയ്യുക അങ്ങ് ഫേമസായി. ഈ ഹദീസ് നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അതാണ് ഇമാമുകൾ എഴുതി വെച്ചത്. നമുക്ക് മനസ്സിലാകുന്നതല്ല. നമ്മൾ മനസ്സിലാക്കുന്നത് മുജാഹിദ് മനസ്സിലാക്കുന്ന ഒരുപോലെ ആവും. ഈ ഹദീസിൽ നിന്ന് ഇമാമുകൾ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞതാണ് ബിലാ ഖിലാഫിൻ ബൈനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നിന്ന് പറയുന്നു, ഏത് സ്വതക്കയാണ് എൻ്റെ ഉമ്മക്ക് ചെയ്യൽ ഏറ്റവും ഗുണം കിട്ടുക? നമ്മൾ ഗുണം കൂടുതൽ കിട്ടാനാണ് നേർച്ച പറയുന്നത്, അല്ലെ? നേർച്ചയിൽ ഫലം കൂട്ടുകയാണ് ചെയ്യുന്നത്. സുന്നത്തിനെ നേർച്ചയാക്കുമ്പോൾ ഫലം കൂടും. അതേ ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഏത് സദഖയാണ് ഏറ്റവും കൂടുതൽ ഫലം കൂടുതലായി എൻ്റെ ഉമ്മക്ക് കിട്ടുക? കൂടുതൽ കിട്ടണം എൻ്റെ ഉമ്മക്ക് ഖബറില്. അതുകൊണ്ട് അത് തങ്ങൾ പറഞ്ഞു തരണോ എന്ന് പറഞ്ഞിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോ ഹബീബ് പറയുകയാണ്, ഖാല അൽമാ, അതേ വെള്ളമാണ് സഅദേ, പാവപ്പെട്ടവർക്ക് വെള്ളം വിതരണം ചെയ്യുക. വെള്ളം സദഖയാണ് ഏറ്റവും വലിയ സദഖ. പറയാറുണ്ടല്ലോ, വെള്ളം പോലും കൊടുക്കാത്തവര്. കാരണം എന്താ? വെള്ളം ആരും കൊടുക്കും. വെള്ളം കൊടുക്കൽ നിർബന്ധമാണ്. വെള്ളം ഇല്ലാതെ ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഉള്ളവർ കൊടുക്കണം. അത് പൈസ കൊടുത്തിട്ടാകരുത്. ആർക്കും പൈസ കൊടുത്തിട്ടല്ല അള്ള കൊടുക്കുന്നത്. വെള്ളം ആരും പിശിച്ചാക്കാൻ പാടില്ല. അത് വലിയ ശിക്ഷയുള്ളതാണ്. അതേസമയം വെള്ളം സ്വതക്ക ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. ഉടനെ തന്നെ അതാ ഒരു കിണറങ്ങ് പണി കഴിപ്പിക്കുകയാണ്. കിണറങ്ങ് കുഴിച്ചു. വക്കാല, എന്നിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു, ഹദീസിൽ മനോഹരമായി കാണുകയാണ്, ഹദീലി ഉമ്മി സഅദ്, ഈ കുഴിച്ച കിണർ എൻ്റെ ഉമ്മയായ ഉമ്മു സഅദിനുള്ളതാണ്. ഉമ്മു സഅദിന് ഈ കിണർ ഉമ്മു സഅദിനാണ്. ഇത് ഉമ്മു സഅദിന്റെ കിണർ. ഉമ്മു സഅദ് ഖബറിൽ വന്നിട്ട് വെള്ളം കുടിക്കാനല്ല. പിന്നെയോ, ഇവിടെ ആരൊക്കെ വെള്ളം കുടിച്ചോ, ആ കിണർ കൊണ്ട് ആരൊക്കെ ഫലം സിദ്ധിച്ചോ, അതിന്റെ കൂലി ഓരോ ഗ്ലാസ് മനുഷ്യന്മാര് കുടിക്കുമ്പോഴും കാക്ക കുടിക്കുമ്പോഴും പോത്ത് കുടിക്കുമ്പോഴും ഒക്കെ അതിന്റെ കൂലി ഈ ചെയ്ത ഇയാൾക്ക് കിട്ടും, പ്രതിഫലം. ഈ ഉമ്മാക്ക് ഖബറിലേക്ക് ഫലം കിട്ടുകയാണ്. അതിന്റെ കോപ്പി അങ്ങനെ തന്നെ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഹദീസാണ് വായിക്കുന്നത്. ഹാദിഹി ഉമ്മി സഅദ്, അതേ നമ്മൾ നേർച്ചയാക്കാറില്ലേ, അതുപോലെ ഇത് ഉമ്മ, എൻ്റെ ഉമ്മയായ ഈ ഉമ്മു സഅദിനാണ്. ഇത് ഉമ്മു സഅദിനുള്ള കിണറാണ്. നമ്മൾ പറയാറില്ലേ, ഈ കോഴി ഇത് എൻ്റെ ഉപ്പാക്കുള്ളതാണ്, അഥവാ ഉപ്പാന്റെ പേരിൽ അറുത്തിട്ട് മനുഷ്യന്മാർക്ക് ഉപകരിപ്പിക്കാനുള്ളതാണ്. അത് അറുത്തിട്ടാണ് ജനങ്ങൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. ഇതെന്റെ ഉമ്മാക്കുള്ളതാണ്, ഇത് ബദരീങ്ങൾക്കുള്ളതാണ്, അതെ ഇത് സ്വാലിഹീങ്ങൾക്കുള്ളതാണ്, ഇത് മുഹിയുദ്ദീൻ ശൈഖിനുള്ളതാണ്. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറയും ഇത് മുഹിയുദ്ദീൻ ശൈഖിന്റെ കോയിൽ. മുഹിയുദ്ദീൻ ശൈഖിന്റെ കോയിലോ മുജാഹിദ് പറയും, മുഹിയുദ്ദീൻ ശൈഖ് വന്നിട്ട് ചോര പിടിക്കാനല്ലേ? അതന്നെയാ ഹിന്ദുക്കളും പറയുന്നത്. എന്താ, മുഹിയുദ്ദീൻ ശൈഖ് ചോര കുടിക്കെങ്കിൽ അവരുടെ ദേവന്മാരും ദേവികളും വന്നിട്ട് ചോര കുടിക്കും തന്നെ അവരും പറയുന്നത്. ഇവിടെയാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഹിന്ദുക്കൾ, ഞങ്ങൾ മുസ്ലിങ്ങൾ. ഹിന്ദു എന്ന് പറയുന്നില്ല, അതിന്റെ അപ്പുറത്താണ് ഇവർ പറയുന്നത്. മക്കത്തെ കാഫിറിനേക്കാളും മോശമാണ് സുന്നികൾ. നമ്മളാരെങ്കിലും മരിച്ചവർ വന്നിട്ട് അത് കുടിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയാത്തത് നമ്മൾ അറിയാതെ പറയുന്നു, നമ്മൾ പോലും ചിന്തിക്കാതെ പറയുന്നു. ഈ കോഴിയെ പള്ളിയിലേക്ക് അറുത്തിട്ട് ഉസ്താദങ്ങ് സാപ്പിടുമ്പോ മുഹിയുദ്ദീൻ ശൈഖിനെ തുകയാണ് അതിന്റെ കൂലി. അതിന്റെ കൂലി ആദ്യം ചെയ്തിന് ഉമ്മ ആദ്യമന് പറഞ്ഞു കൊടുക്കണം ഞാൻ എന്താ ചെയ്തതെന്ന്. ഇതിന്റെ കൂലി മുഹിയുദ്ദീൻ ശൈഖ്. ഈ കോഴി പാവപ്പെട്ടവന് ഭക്ഷിപ്പിച്ചു, അതിന്റെ കൂലി മുഹിയുദ്ദീൻ. അത് മുഹിയുദ്ദീൻ ശൈഖിനാ കൊടുക്കേണ്ടത്, നിങ്ങളല്ലേ നേടേണ്ടത്. അതാ പറഞ്ഞത്, ഒരാള് ഹദിയ ചെയ്യുമ്പോ അവന് കിട്ടി, അതിന്റെ കൂടെ മറ്റൊരാൾക്കും കിട്ടി. സ്വന്തം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൂലിയാണ് ഹദിയ ചെയ്യുമ്പോൾ. കാരണം എന്താ, മറ്റൊരാളെ സഹായിച്ചു, മുങ്ങിത്തപ്പി അവിടെ മുങ്ങി മരിക്കാൻ പോകുന്ന തലത്തിലുള്ള ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തി. പാവങ്ങളായ നമ്മളെപ്പോലുള്ള ആളുകളുടെ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അതേസമയം മഹാന്മാരായ ആളുകൾക്ക് ചെയ്യുമ്പോഴോ, അതിന്റെ കൂലി അവർക്ക് ചെയ്യുമ്പോഴോ
അവരിൽ നിന്ന് സ്നേഹം നമുക്ക് കിട്ടുകയാണ്. കാരണം ഒരാൾ ഹദിയ ചെയ്യുന്ന ആ നിമിഷം തന്നെ അതിന്റെ കൂലി സവാബ് ആ ഖബറിലെത്തിക്കുകയാണ്. ചോദിക്കുകയാണ്, ഇതാര് കൊടുത്തതാണ്? ഇന്ന കോട്ടച്ചേരിയിലെ ദുആ മജ്ലിസിന് വരാറുള്ള ഇന്ന വീട്ടിലെ ഇന്നയാളുടെ ഭർത്താവ്, ഇന്നയാളുടെ ഭാര്യ, ഇന്നയാളുടെ മകൻ അവൻ ചെയ്തതാണെന്ന് നേരിട്ട് പറയുമ്പോൾ അവന്റെ ആഗ്രഹം അറിയാൻ വേണ്ടി ആ മഹാനായ മനുഷ്യൻ ആഗ്രഹിക്കുകയാണ്. മലക്കുകൾ വഴി അവരറിയുകയാണ്, അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അവന്റെ കാര്യം അല്ലാഹു സാധിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ 2 നിലക്ക് പവർ കൂട്ടുന്നത്. എങ്ങനെ? ഒന്ന്, നമ്മൾ ഒരാൾക്ക് രോഗം വന്നാൽ ഉടനെ നേർച്ചയാക്കും. ഒന്നുകിൽ ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചെയ്തതുപോലെ നോമ്പ് നേർച്ചയാക്കും. അല്ലെങ്കിലോ നോമ്പ് പോലത്തെ പുണ്യകർമ്മമായ വേറെന്തെങ്കിലും സ്വതക്കയോ അറുത്ത് കൊടുക്കലോ ഭക്ഷണം കൊടുക്കലോ ഒക്കെ നേർച്ചയാക്കും. ആ നേർച്ചയാക്കുമ്പോൾ തന്നെ ആ നേർച്ചയാക്കുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടാനാണ്. ചിന്തിക്കണം, നമ്മളുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ, അല്ലാഹു നമ്മളെ ശ്രദ്ധിക്കാൻ, ആ ശ്രദ്ധിപ്പിക്കാനുള്ള ഒരു വഴി മഹാന്മാരെ വിളിച്ചു ദ്വാരിപ്പിക്കലാണ്. ഉസ്താദിനെ വിളിക്കും. ആ ഉസ്താദ് മാത്രം പോരാ, ഉസ്താദിന് ആമീൻ പറയാൻ മലക്കുകളുടെ കൂടെ വരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ റെക്കമെന്റ് അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ആമീൻ അവരുടേതും കിട്ടണം. ഉടനെ തന്നെ അതാ അറുത്ത കോയിൻ്റെതായ ഫലം. അതിന്റെ ഇറച്ചിയും ചോര അല്ലട്ടോ, അതവര് വെറുതെ പറയാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. അങ്ങനെ ലോകത്താരെങ്കിലും ചിന്തിക്കുന്നവൻ അവൻ മുസ്ലിമുമല്ല. അങ്ങനെ ആരും ചിന്തിക്കുകയേ ഇല്ല. അത് വെറുതെ നമ്മുടെ ഈ പ്രസ്ഥാനത്തെ പൊളിക്കാൻ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയണ്ടേ? അല്ലേ? ആ നിലക്ക് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ കൂലി സവാബ് ആ മഹാൻ എത്തുകയാണ്. അവരുടെ ദറജ ഉയരുകയാണ്. അവർ ചെയ്തതായ പ്രതിഫലം പോലത്തെ പ്രതിഫലം അവർക്ക് ലഭിക്കുമ്പോൾ മരിച്ചതിന്റെ ശേഷവും മുറിയാതെ അവർക്ക് ലഭിക്കുകയാണ് പ്രതിഫലം. അവരുടെ ദറജ ഉയരുമ്പോ പ്രത്യുപകാരമായി അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യുകയാണ്. ദുആ എന്തിനു വേണ്ടി നടത്തണമെന്ന് ഈ നേർച്ചയാക്കിയവന്റെ നിയ്യത്ത് ആ മഹാന് അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നു. മലക്കുകൾ വഴി അവളുടെ മകളുടെ രോഗം സുഖപ്പെടാനാണ് എന്ന് കരുതിയത് അള്ളാഹുവിന്റെ അടുക്കൽ മഹാന്റെ ദുആ കൂടിയാകുമ്പോ സഫലീകരണം. ആ മനുഷ്യന് അതാ, ആ മക്കൾക്കതാ രോഗശാന്തി, രോഗശമനം. ഇതാണ് നമ്മൾ ചെയ്യുന്ന നേർച്ചയുടെ പിന്നിലുള്ളത്. നേർച്ചയാക്കുന്നത് അള്ളാഹുവിനാണ്. അതിന്റെ കൂലി സവാബ് മഹാന്മാർക്ക് കൊടുക്കുമ്പോൾ ആ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ ഇങ്ങനെ കോപ്പിയായിട്ട് അധികരിച്ചുകൊണ്ട് അതിന്റെ ഫലം കൂടും എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ സ്വന്തമായിട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ടാക്കിയതല്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ കഥ പറഞ്ഞു. പിന്നെയോ മറിയം ബീബിയുടെ നേർച്ച പറഞ്ഞു. അതുപോലെ തന്നെ നമ്മളൊരു നേർച്ച മുമ്പ് കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഓർക്കുമ്പോ, ആ ഓർമ്മയാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാന്റെ റസൂൽ അതാ അറുക്കുകയാണ് ആട്. എന്നിട്ട് കൊടുക്കുന്നത് ഖബറിലുള്ള ഖദീജക്കല്ല കേട്ടോ, അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുപോലെയല്ലേ സുന്നികൾ ചെയ്യുള്ളൂ. ഖദീജ ബീബിയുടെ കുടുംബക്കാരികൾക്ക് അഥവാ കൂട്ടുകാരികൾക്ക് കൊടുത്തു വിടുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ദീന് അങ്ങനെ തന്നെ ലോകത്ത് പഠിപ്പിച്ചു തന്നിട്ട് 1100 കൊല്ലം ലോകത്ത് അങ്ങനെ തന്നെ നടപ്പിൽ വന്നിട്ട് അത് ലോകത്ത് പ്രചരിപ്പിച്ചതിനെ തടയാൻ ശ്രമിക്കുന്ന ഈ ലോകത്തെ ആളുകൾ ചെയ്യുന്നത്, ചില പുത്തൻവാദികൾ ഇക്കാലത്ത് ചെയ്യുന്നത് വലിയ അക്രമമാണ് കേട്ടോ. ഞാൻ എന്റെ പ്രഭാഷണം നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 1 മണിക്കൂർ നമ്മൾ പറഞ്ഞ ഈ വിഷയം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ പറയുന്നു, ഒരു വലിയന് ഒരാൾ നേർച്ചയാക്കിയാൽ അയാളെ തൊട്ട് സ്വതക്ക ചെയ്യാനാണ് ഈ നേർച്ചയാക്കുന്നവൻ കരുതുന്നത്. അല്ലാതെ കണ്ട് അയാൾക്ക് ചോരയെത്തുന്നോ വലിയ വന്നിട്ട് കുടിക്കുന്നോ അല്ല. അതുകൊണ്ട് അങ്ങനെ നേർച്ചയാക്കുന്നത് സ്വഹീഹാണ്, അതിന് കൂലിയുണ്ട് എന്ന് മാത്രമല്ല
ഒരാൾ മുത്തലക്കൻ ഒരു മഖ്ബറയിലേക്ക് നേർച്ചയാക്കി, അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്ക് നേർച്ചയാക്കി, എന്നാൽ അതിനെ എവിടേക്കാണ് ചെലവഴിക്കേണ്ടത്? ഒന്നുകിൽ ആ ഖബറിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ഖബറിനെ തുടച്ചിട്ടും ഖബറിനെ വൃത്തിയാക്കിയിട്ടും ഖബറുള്ള ബിൽഡിങ്ങിനെ നോക്കി നടത്തി വരുന്ന ഖാദിമീങ്ങൾക്ക് കൊടുക്കണം. ഖബറിലുള്ള മഹാനായ വലിയന്റെ കുടുംബത്തിന് കൊടുക്കണം. ആ വലിയുള്ളിടത്ത് താമസിക്കുന്ന ഫക്കീറുകൾ ഉണ്ടാകും. ഏർവാടിയിലും അജ്മീറിലും ഒക്കെ എത്ര ഫക്കീറുകൾ, അതിന് അവർക്ക് വീതിച്ചു കൊടുക്കണം. അതാണ് ഒരു മഖ്ബറയിലേക്ക് നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ. പള്ളിക്ക് മഖ്ബറയിലേക്കൊക്കെ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ജോലിക്ക്, അതിന്റെ ബിൽഡിങ്ങിന്, അവിടെയുള്ള ഖാദിമീങ്ങൾക്ക്, അവിടെയുള്ള ഫക്കീറുകൾക്ക്, അവിടെ കിടക്കുന്ന വലിയന്റെ ജീവിച്ചിരിക്കുന്ന ആ ഖാലിദിന് കൊടുക്കാനാണ്. ഇത് നേർച്ചയാണ്. ഇതാണ് നമ്മൾ നേർച്ച കഴിക്കുന്നത്. മഹാന്മാരുടെ ഉറൂസ് കഴിക്കുന്നത്, മരിച്ചുപോയവരുടെ പേരിൽ യാസീൻ നേർച്ചയാക്കുന്നത്, അറുത്തു കൊടുക്കാൻ നേർച്ചയാക്കുന്നത്. മരിച്ചുപോയ മനുഷ്യൻ 7 ദിവസം വലിയ വിഷമത്തിലായിരിക്കുമെന്ന് മഹാന്മാര് പറയുകയാണ്. 7 ദിവസവും അവന്റെ മേൽ ഭക്ഷണം കൊടുക്കണം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, 40 ദിവസം ഭക്ഷണം കൊടുത്താൽ വളരെ നല്ലത്.